Welcome back, my dear students. Previous വീഡിയോയിൽ നമ്മൾ പെർസെൻറ്റേജ് എന്നൊരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട എലമെന്ററി ഉള്ള കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സസ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഈസ് ആക്ച്വലി പോപ്പുലേഷൻ ഗ്രോത്ത്. Okay. So ഒരു ടൗണിന്റെ ഒറിജിനൽ പോപ്പുലേഷൻ വാസ് പി എന്നാണ് തന്നിരിക്കുന്നത്. Annually, it is increasing at a rate of R%. Okay. എല്ലാ വർഷവും R% വേരിയബിൾ ആണ്, R% ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. So what will be the population after n years? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഒറിജിനൽ പോപ്പുലേഷൻ പി ആയിരുന്നു. ഓരോ വർഷവും R% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ n വർഷങ്ങൾക്ക് ശേഷം ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്ക് കണ്ടെത്താനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ നമ്മൾ നോക്കാം, ഓരോ വർഷവും, അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പോപ്പുലേഷൻ, ഫസ്റ്റ് ഇയറിന്റെ തുടക്കത്തിൽ പോപ്പുലേഷൻ പി ആയിരുന്നു. ഓക്കെ. സോ ഇൻക്രീസസ് അറ്റ് എ പെർസെൻറ്റേജ് R% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ. സോ വിച്ച് മീൻസ് R/100. ഓക്കെ. സോ ആ വർഷം ഇൻക്രീസ് ചെയ്ത ടോട്ടൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ R/100 ഇൻറ്റു P, അല്ലെങ്കിൽ PR/100 ആണ് ഒരു വർഷം ഇൻക്രീസ് ചെയ്ത, ഫസ്റ്റ് വർഷം ഇൻക്രീസ് ചെയ്ത പോപ്പുലേഷൻ. ഓക്കെ. സോ രണ്ടാമത്തെ വർഷം തുടങ്ങുമ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ആദ്യ വർഷത്തെ പോപ്പുലേഷൻ പി പ്ലസ് ഇൻക്രീസ് ചെയ്ത പോപ്പുലേഷൻ PR/100. ഇതിന്റെ അകത്ത് രണ്ടിന്റെ അകത്തും പി കോമൺ ഉണ്ട്. പി കോമൺ എടുക്കുമ്പോൾ പി ഇൻറ്റു 1 പ്ലസ് R/100. ഓക്കെ. സോ രണ്ടാമത്തെ വർഷത്തെ തുടക്കത്തിൽ നമ്മുടെ പോപ്പുലേഷൻ ഇതാണ്. ഇതിനെ ഞാൻ P1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. സോ ഇനി ഈ രണ്ടാമത്തെ വർഷവും ഇൻക്രീസസ് അറ്റ് എ റേറ്റ് R%. സോ രണ്ടാമത്തെ വർഷത്തെ പോപ്പുലേഷൻ P1 ആണ്. ഇതിന്റെ അകത്ത് ഇൻക്രീസ് ഈസ് ആക്ച്വലി R%, വിച്ച് മീൻസ് R/100. ഓക്കെ. സോ P1 ആണ് രണ്ടാമത്തെ വർഷത്തെ പോപ്പുലേഷൻ. സോ ഇൻക്രീസ് എന്ന് വെച്ചാൽ P1/100 ആണ്. സോ ഇൻക്രീസ് ഈസ് ആക്ച്വലി P1 R/100 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു P1 എന്ന് പകരം P ഇൻറ്റു 1 പ്ലസ് R/100 ഇൻറ്റു R/100. ഓക്കെ. നമ്മൾ P1 പകരം പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഇതാണ് രണ്ടാമത്തെ വർഷം പോപ്പുലേഷൻ ഉണ്ടായ വർധനവ്. സോ മൂന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ, ഓക്കെ, രണ്ടാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ പ്ലസ് ആ വർഷം ഉണ്ടായ ഇൻക്രീസ്. രണ്ടാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ ഈസ് ആക്ച്വലി P1 പ്ലസ് ആ വർഷത്തെ ഉണ്ടായ ഇൻക്രീസ് ഈസ് ആക്ച്വലി P1 R/100. ഓക്കെ. P1 കോമൺ എടുത്താൽ P1 ഇൻറ്റു 1 പ്ലസ് R/100 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. P1 പകരം നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 ഈസ് ആക്ച്വലി P ഇൻറ്റു 1 പ്ലസ് R/100. സോ ദിസ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/100 ഇൻറ്റു 1 പ്ലസ് R/100. സോ ഈ ക്വാണ്ടിറ്റി രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. സോ അതിനെ റൈസ് ടു 2 എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/100 ദ ഹോൾ സ്ക്വയർ. ഓക്കെ. സോ മൂന്നാമത്തെ വർഷം തുടക്കത്തിൽ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ആണ് ഇത്. ഇനി നമുക്ക് P2 എന്ന് കൊടുക്കാം. ഓക്കെ. സോ നാലാമത്തെ വർഷം തുടക്കത്തിൽ നമുക്ക് എന്ത് പോപ്പുലേഷൻ ഉണ്ടായി? ഇത് മൂന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ. ഇനി മൂന്നാമത്തെ വർഷം വർധനവ് എത്ര ഉണ്ടായി? ഓക്കെ. വർധനവ് എത്ര ഉണ്ടായെന്ന് വെച്ചാൽ, അതായത് 2 വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ ആണ് ഇത്. 2 വർഷം കഴിയുമ്പോൾ P ഇൻറ്റു 1 പ്ലസ് R/100 ദ ഹോൾ സ്ക്വയർ, അതാണ് മൂന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ.
ഓക്കെ, ഇനി 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ. 3ാമത്തെ വർഷവും ഇൻക്രീസ് ചെയ്യുന്നത് R പെർസെന്റേജ് ആണ്, P2-ന്റെ R പെർസെന്റേജ് ആണ്. സോ R പെർസെന്റേജ് ഓഫ് P2 ആണ് 3ാമത്തെ വർഷത്തെ ഇൻക്രീസ്, which is equal to R by 100 into P2 or P2 R by 100 എന്ന് കിട്ടും. ഓക്കെ, സോ 3ാമത്തെ വർഷം ഇതാണ് ഇൻക്രീസ്. സോ 3ാമത്തെ വർഷത്തെ ഇൻക്രീസ് ഈ P2 R by 100 ആണ്. സോ 3ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള ടോട്ടൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 3ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ പ്ലസ് ആ വർഷത്തെ ഇൻക്രീസ്, അതാണ് 4ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ. സോ 4ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ ഓർ ആഫ്റ്റർ 3 years, okay, the population is actually P2 plus P2 R by 100. കോമൺ എടുക്കുമ്പോൾ P2 into 1 plus R by 100 എന്ന് കിട്ടും. P2 ന് പകരം P into 1 plus R by 100 the whole square substitution നടത്താം. So P into 1 plus R by 100 the whole square into 1 plus R by 100. So which is equal to P into 1 plus R by 100 the whole cube. അപ്പോൾ 3ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ P into 1 plus R by 100 the whole square ആണ്. അതിനെ P3 എന്ന് കൊടുക്കും. അല്ലെങ്കിൽ 4ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ ഇതാണ്. ഓക്കെ, സോ ഈ 4ാമത്തെ വർഷം കഴിഞ്ഞു 5ാമത്തെ വർഷത്തിലുള്ള പോപ്പുലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ. അപ്പം 4ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. 4ാമത്തെ വർഷത്തെ ഇൻക്രീസ് എന്ന് വെച്ചാൽ R പെർസെന്റേജ് ആണ്. സോ ഇൻക്രീസ് ഈസ് ആക്ച്വലി R percentage, which means R percentage of P3. Okay, so which is actually R P3 by 100. അപ്പോൾ 5ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 4ാമത്തെ വർഷം തുടങ്ങുമ്പോൾ ഉള്ള പോപ്പുലേഷൻ പ്ലസ് ആ വർഷത്തെ ഇൻക്രീസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു P3 പ്ലസ് R P3 by 100, which is equal to P3 into 1 plus R by 100. P3 ക്ക് പകരം 1 plus R by 100 the whole cube കൊടുക്കുമ്പോൾ so the answer becomes P into 1 plus R by 100 the whole raised to 4. ഇതാണ് 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള population. So this is the population after 4 years. Okay, അല്ലെങ്കിൽ 5ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ. സോ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, 1ാമത്തെ വർഷം കഴിയുമ്പോൾ 1ാമത്തെ വർഷത്തെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ P ആയിരുന്നു. 1ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ ആക്ച്വലി P into 1 plus R by 100 ആണ്. ഓക്കെ, അല്ലെങ്കിൽ P into 1 plus R by 100 the whole raised to 1. ഇനി 2ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് P2 ആണ്, which is P into 1 plus R by 100 the whole square. ഇനി 3ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ P into 1 plus R by 100 the whole cube. 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള പോപ്പുലേഷൻ is P into 1 plus R by 100 the whole raised to 4. ഓക്കെ, സോ നമുക്ക് പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ ആഫ്റ്റർ ഫസ്റ്റ് ഇയർ population is P into 1 plus R by 100 the whole raised to 1. After second year, the population is P into 1 plus R by 100 the whole square. After third year, the population is P into 1 plus R by 100 the whole cube. Okay, so pattern is ഇവിടെ 3 വരുമ്പോൾ ഇവിടെ പവർ 3 വരും. സോ ഇൻ ജനറൽ ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആഫ്റ്റർ n years P into 1 plus R by 100 the whole raised to n ആണ് actually the population. Okay, so this is the general form of obtaining a population with an increase of R after n years if the first year population is P. ആദ്യത്തെ വർഷത്തെ പോപ്പുലേഷൻ P ആണ്. ഓരോ വർഷവും ആനുവലി R പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. n വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷൻ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ. സിമിലർലി
ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചു. ഓക്കെ, സോ ഒറിജിനൽ പോപ്പുലേഷൻ ഈസ്, ഫസ്റ്റ് വർഷത്തെ പോപ്പുലേഷൻ ഈസ് പി. സോ ആനുവൽ ഡിക്രീസ്, ഇൻക്രീസ് അല്ല ഡിക്രീസ്, ഡിക്രീസ് ഓഫ് ആർ പെർസെൻറ്റേജ്, അതായത് കുറയുന്നു. ഓക്കെ, അങ്ങനെയാണ് ആഫ്റ്റർ എൻ ഇയേഴ്സ് ഉള്ള പോപ്പുലേഷൻ. എൻ ഇയേഴ്സ് ഉള്ള പോപ്പുലേഷൻ എന്താണ്, ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, സോ ആദ്യം ആർ പെർസെൻറ്റേജ് ഡിക്രീസ്. ഓക്കെ, സോ വിച്ച് മീൻസ് ആർ പെർസെൻറ്റേജ് ഓഫ് P1 P RP by 100. സോ ഇത്രയും പോപ്പുലേഷൻ ഫസ്റ്റ് ഇയറിൽ കുറയുന്നുണ്ട്. സോ ടോട്ടൽ പോപ്പുലേഷൻ ആഫ്റ്റർ 1 years ഈസ് P minus RP by 100. കാരണം ഡിക്രീസ് ചെയ്യാണ്. സോ which implies P into 1 minus R by 100. ഓക്കെ, പിന്നെ P1 എന്ന് കൊടുക്കാം, പിന്നെ P1 എന്ന് കൊടുക്കാം. സോ ഇത് ആഫ്റ്റർ 1 year. ആഫ്റ്റർ സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ ഉള്ള പോപ്പുലേഷൻ P1 ആണ്. ആ വർഷം ഡിക്രീസ് ചെയ്യുന്നത് ആർ പെർസെൻറ്റേജ് ആണ്. സോ ദ ഡിക്രീസ് ഈസ്, സെക്കൻഡ് ഇയർ ഡിക്രീസ് ഈസ്, രണ്ടാമത്തെ വർഷമുള്ള ഡിക്രീസ് ഈസ് ആർ പെർസെൻറ്റേജ് ഓഫ് P1, which is actually R P1 by 100. So the total population after 2 years is, രണ്ടാമത്തെ വർഷത്തെ തുടക്കത്തിലുള്ള പോപ്പുലേഷൻ മൈനസ് ആ വർഷത്തെ ഡിക്രീസ്. ഓക്കെ, P1 minus R P1 by 100. So which is equal to P1 into 1 minus R by 100, which is equal to P1 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ P into 1 minus R by 100 2 times വരും, the whole square. So you can observe the pattern. ഇത് after first year. This is after second year. So after third year, the answer will be P into 1 minus R by 100 the whole cube. So in general, after n years, the population will be P into 1 minus R by 100 the whole raised to n ആയിരിക്കും. ഓരോ വർഷവും ആ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇതായിരിക്കും ആഫ്റ്റർ n ഇയേഴ്സിന് ശേഷമുള്ള പോപ്പുലേഷൻ. ഇതിന്റെ കേസിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട 1-2 റിമാർക്സ് കൂടെ പറയുന്നു. ഒന്നാമത്തെ റിമാർക്സ്, സോ നമുക്ക് ഇനി തമ്മിലുള്ള ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ആനുവൽ increase is R percentage. Okay, so P ആണ് current population. Okay, ഇനി നമുക്ക് n ഇയേഴ്സിന് മുമ്പ് ഉള്ള പോപ്പുലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, n ഇയേഴ്സിന് ശേഷം ഉള്ളതല്ല, ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ P ആണ്. ഓരോ വർഷവും ആ പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് n വർഷത്തിന് മുമ്പുള്ള പോപ്പുലേഷൻ ഈസ് ആക്ച്വലി P into 1 plus R by 100 the whole raised to minus n, അല്ലെങ്കിൽ P divided by 1 plus R by 100 the whole raised to n ആയിരിക്കും n വർഷത്തിന് മുമ്പുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. കറന്റ് പോപ്പുലേഷൻ P എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ റിമാർക്ക്, ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് സോ ദ ആനുവൽ ഇൻക്രീസ് പെർസെൻറ്റേജ് തരാതെ R per 1000 എന്ന് പറയും. ഓക്കെ, അതായത് 1000-ൽ R ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ P ആണ് ഫസ്റ്റ് ഇയറിലുള്ള പോപ്പുലേഷൻ. ആഫ്റ്റർ n ഇയേഴ്സിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് P ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ R by 100 ആണ്. ഇവിടെ R by 1000 ആണ്. സോ 1 plus R by 1000 the whole raised to n. ഇനി R പെർസെൻറ്റേജ് പകരം ഔട്ട് ഓഫ് 500, ഔട്ട് ഓഫ് 600, ഔട്ട് ഓഫ് 700 അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിലും ഇതുപോലെ ചെയ്യാം. ഇനി n വർഷത്തിന് മുമ്പുള്ളതാണെങ്കിൽ റേസ് ടു മൈനസ് n ആക്കിയാൽ മതി. ഓക്കെ, ഡിക്രീസ് ആണെങ്കിൽ 1 മൈനസ് R by 100 എന്നുള്ള ഫോമിലേക്ക് മാറ്റിയാൽ മതി. ഇതാണ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട പെർസെൻറ്റേജിലുള്ള ചില എക്സ്പ്രഷൻസ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.